ഒരു കാക്ക ഒരു കാട്ടിൽ താമസിച്ചു. അവൻ തന്റെ ജീവിതത്തിൽ വളരെ സന്തുഷ്ടനായിരുന്നു. എന്നാൽ ഒരു ദിവസം അവൻ ഒരു അരയന്നത്തെ കണ്ടു. അവൻ വിചാരിച്ചു, അരയന്നം വളരെ വെളുത്തതാണ്, ഞാൻ വളരെ കറുത്തതാണ്. ഈ അരയന്നം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷിയായിരിക്കണം. അവൻ തന്റെ ചിന്തകൾ അരയന്നത്തോട് പറഞ്ഞു. എന്നാൽ അരയന്നം മറുപടി പറഞ്ഞത്, രണ്ട് നിറമുള്ള ഒരു തത്തയെ കാണുന്നതുവരെ അത് ഏറ്റവും സന്തോഷമുള്ള പക്ഷിയാണെന്നാണ് കരുതിയിരുന്നത് എന്നായിരുന്നു. തത്തയാണ് ഏറ്റവും സന്തോഷമുള്ള പക്ഷിയെന്ന് കാക്കക്ക് തോന്നി. അവൻ അപ്പോൾ തന്നെ തത്തയുടെ അടുത്തെത്തി. തത്ത വിശദീകരിച്ചു, ഒരു ബഹുവർണ്ണ മയിലിനെ കാണുന്നതുവരെ ഞാൻ വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു നയിച്ചു പോന്നത്. കാക്ക മയിലിനെ സമീപിച്ചു. കാക്ക പറഞ്ഞു, പ്രിയ മയിലേ, നീ വളരെ സുന്ദരിയാണ്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ നിന്നെ കാണാൻ വരുന്നു. എന്നാൽ ആളുകൾ എന്നെ കണ്ടാൽ ഉടനെ ഓടിച്ചു കളയുന്നു. നിങ്ങളാണ് ഏറ്റവും സന്തോഷമുള്ള പക്ഷിയെന്ന് ഞാൻ കരുതുന്നു. മയിൽ മറുപടി പറഞ്ഞു, ഞാൻ എപ്പോഴും ഏറ്റവും സുന്ദരിയും സന്തുഷ്ടനുമായ പക്ഷിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ എന്റെ സൗന്ദര്യം കാരണം ഞാൻ മൃഗശാലയിൽ കുടുങ്ങി. മൃഗശാലയിലെ പക്ഷികളെ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കൂട്ടിൽ വളർത്താത്ത ഒരേയൊരു പക്ഷി കാക്കയാണെന്ന്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനൊരു കാക്കയാണെങ്കിൽ എല്ലായിടത്തും എനിക്ക് സന്തോഷത്തോടെ പറക്കാമായിരുന്നു. അത് ഞങ്ങളുടെയും പ്രശ്നമാണ്. ഞങ്ങൾ അനാവശ്യമായ താരതമ്യങ്ങൾ നടത്തി ദുഃഖിതരാവുന്നു. ഇല്ലാത്തത് ഓർത്തു ദുഃഖിക്കുന്നതിനു പകരം ഉള്ളതിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക. ഉള്ളതിൽ തൃപ്തരായ ആളുകളാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തികൾ.